നമസ്കാരം, വെൽക്കം ബാക്ക് ടു മുംബൈ കുട്ടികൾസ്. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോവാണ് കേട്ടോ. കണ്ടിട്ടറിയുണ്ടാവും, ഞാനും അമ്പലത്തിലേക്ക് പോവാ. നിറയെ ടെമ്പിൾസ് ഞങ്ങളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അത് ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കും. സ്റ്റേ ട്യൂൺ. നമുക്ക് നിറയെ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടിയാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇനി വരാൻ 5 മണിക്ക് ഷായത് വരാൻ പോണ്. അപ്പോൾ 5 മണിക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇരിക്കും. ഏട്ടൻ്റെ ഫാമിലിയും ഞങ്ങളും എല്ലാവരും കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് നിറയെ അമ്പലത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം. കുറച്ചൊക്കെ എനിക്കറിയണത് അത്രയൊക്കെ, നിമിഷയ്ക്ക് അറിയണ അത്രയൊക്കെ. സോ ഹായ്, ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ വണ്ടിയിൽ. ഇനി ഞങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ പിന്നെ കാണാം ജേർണിയിൽ. അപ്പോൾ ഞങ്ങൾ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ജേർണി കണ്ടിന്യൂ ചെയ്യും. കഴിക്കാൻ കൊണ്ടുവന്ന് പിന്നെയും വണ്ടിയിലിരുന്നു കേട്ടോ. ഞങ്ങളിനി പിന്നെയും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. സോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണാം. ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ കഥകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇറിറ്റേറ്റ് ചെയ്യെടുക്കുന്നു ഫുൾ ഓൺ ഇറിറ്റേറ്റ്. Why you are irritating me? ഞങ്ങളിപ്പോൾ മണ്ണാർശാല എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ടെമ്പിൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യണത്. സോ ഇനി ഞങ്ങൾ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. അത് കഴിഞ്ഞിട്ട് പുറത്താണ് കേട്ടോ നിൽക്കണത്. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ വഴിപാടുകളൊക്കെ നടത്തില്ലേ, അതൊക്കെ നടത്താൻ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ നമ്മൾ വഴിപാടുകൾ ചെയ്യണത്. പിന്നെ ഇതാ ഇനി ഉള്ളിലേക്ക് പോകും കുറച്ച് 5 മിനിറ്റിൽ ഐ ഗെസ്. സോ ഗൈസ്, ഞങ്ങൾ ഒരു അമ്പല ദർശനം കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ വേറെ അമ്പലത്തേക്ക് പോകാൻ നോക്കുകയാണ്. അടുത്ത് തന്നെയാണ്, അപ്പോൾ അവിടേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ കഥ, പിന്നെ മണ്ണാർശാല നമ്മൾക്ക് എനിക്ക് കഥ പറയാൻ അറിയാം. ഒരു കഥ പറഞ്ഞാൽ ഞാനൊരു ഷോർട്ടായിട്ട് പറയാം കേട്ടോ. ഒരു അമ്മയ്ക്ക് കുട്ടികളെ ഇല്ലാണ്ട് വർഷങ്ങളായി. അത് കഴിഞ്ഞിട്ട് 2 കുട്ടികളായി. അതിൽ ഒരു കുട്ടി പാമ്പ് കുട്ടിയായിരുന്നു. അപ്പോൾ അതാണ് സ്റ്റോറി കേട്ടോ. അപ്പോൾ ഇനി നല്ലതായിട്ട് പറയാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ തെറ്റ് പറയണ്ട പറഞ്ഞിട്ട് ഞാൻ അത്ര പറഞ്ഞില്ല. ഒരു ഇത് മാത്രം പറഞ്ഞു തന്നിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും അതിനാണ് മെയിൻലി വരാറുള്ളത്. സോ നല്ലൊരു അമ്പലമാണ് കേട്ടോ. നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു അമ്പലമാണ്. സോ അപ്പോൾ ഇനി ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. വണ്ടി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് ഒരു അമ്പലം. ആ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ എത്തിയിട്ടോ. ഇത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ശ്രീവേലി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ്. അമ്പലത്തിൽ എത്തിയിട്ടോ. ഒരു രണ്ട് അമ്പലമാണ്, അടുത്ത് തന്നെയാണ് കേട്ടോ. ഹരിപ്പാട്ടിലുള്ളതാണ്. സോ ഇവിടെയും നല്ല പോസിറ്റീവായിട്ട് നല്ലതായിട്ട് ഇപ്പോൾ ശ്രീവേലി നടക്കുകയാണ്. അതിനു വേണ്ടി ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ നമ്മളുടെ എപ്പോഴും പറയും മണ്ണാർശാലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊഴുകണം എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇവിടെയും വന്ന് തൊഴുകണം. പിന്നെ എന്താണ് ഇവിടുത്തെ അമ്പലത്തിൽ ആദ്യമായിട്ട് വരുന്നവരുടെ എന്താഗ്രഹവും നടത്തി തരുന്ന ഡ്രീം. സോ
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരണം കേട്ടോ. അവിടെ മണ്ണാഴശാല കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞങ്ങളിലെ ശ്രീവേലിയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ലോണം പിന്നാലെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അതന്നെ നടക്കണു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് പെണ്ണ് ഇറങ്ങും ഞങ്ങൾ വേറെ അമ്പലത്തേക്ക്. ഞങ്ങൾ കഴിയും. പോസിറ്റീവായിരുന്നു. സോ ഞങ്ങൾ തേർഡ് അമ്പലത്തേക്ക് പോവാണ്. അമ്പലം മൂന്നാമത്തെ അമ്പലത്തിൽ എത്തിയിട്ടോ. അമ്പലം പുഴാനാണ് കേട്ടോ, കൃഷ്ണൻ്റെ അമ്പലമാണ്. സോ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നട ബന്ധാവിൻ്റെ മുമ്പേ നമുക്ക് പോകണം. സോ അതുകൊണ്ട് വേഗം വേഗം നടക്കുകയാണ്. ഫ്രീയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ലൈനിലാണ് കേട്ടോ. ഞങ്ങൾ ലൈൻ കണ്ടോ, ഇപ്പോൾ ലൈനിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ദർശനം എടുത്തിട്ട് അടുത്ത അമ്പലത്തേക്ക് പോകും. പിന്നെ അത്ര തന്നെ. കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ അമ്പലപ്പുഴത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ പറഞ്ഞ പായസമാണ്. പാൽപ്പായസം. ഇവിടുന്ന് വരെ ആൾക്കാരെ ഗുരുവായൂരിൽ കൊണ്ടുപോയി അങ്ങനെ നമ്മൾ അവരുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റും ആ ഇതും ഒന്നും അവിടെ കിട്ടിയില്ല. ഇവിടെ തന്നെ ആ ടേസ്റ്റും ആ പായസവും നമുക്ക് കിട്ടുന്നു അമ്പലപ്പുഴയിൽ. ഇവിടെ മണിക്കിണർ എന്നുള്ള ഡിഫറെൻറ്റ് വാട്ടറാണ് അതിലാണ് ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ പറയുന്നത്. കേട്ടില്ലേ? ഇതാണ് കേട്ടോ ഇവിടുത്തെ കഥ. അമ്പലമായിട്ട് പ്രസിദ്ധമായിട്ട് ഉള്ളത്. ഇനിയും എല്ലാ അമ്പലങ്ങളിലും പോസിറ്റീവും നമ്മൾക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗം തന്നെ എല്ലാ അമ്പലങ്ങളും തൊഴാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവില് ഇതൊക്കെ കിട്ടി, വെണ്ണ കിട്ടി കേട്ടോ. ഞങ്ങളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പായസത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞില്ലേ പായസം ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുന്നു. പുഴ നോക്കി ഇത്ര നല്ലതുണ്ട്. പുഴ എന്നല്ലേ പറയാം, എന്താ എന്നെ പറയാൻ എനിക്കറിയില്ല. സോറി, മലയാളം ടേംസ് അറിയില്ല. ഇതാണ് നല്ല സീനറി അല്ലേ ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ എല്ലാം. ഇനി പായസമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്കല്ല പോവുക, ഇനിയും അമ്പലത്തിൽ പോകാനുണ്ട്, അവിടേക്കൊക്കെ പോകും. അത്ര തന്നെ. നമ്മൾ ശ്രീവേലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണൻ മുമ്പിൽ നടക്കുന്നുണ്ട് ഞങ്ങളെ. സോ ഞങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയാണ്. ഞങ്ങൾ പായസം മേടിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ പായസം. അപ്പോൾ ഞങ്ങൾ ഈ പായസം മേടിച്ചു. ഒരു ഡബ്ബയിൽ 4 ഡബ്ബ മേടിച്ചിട്ടുണ്ട്. സോ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. സോ ഇത് നിങ്ങൾ കാണുന്നില്ലേ, ഈ കിണറിനാണ് കേട്ടോ നമ്മൾ പായസത്തിന് വേണ്ടി ഇവർ വെള്ളം എടുക്കുക. അങ്ങനെയാണ് ഇത്ര ടേസ്റ്റുള്ള പായസമായി മാറണം കേട്ടോ. ഇത് ഞങ്ങളൊരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടത്തേക്ക് ഇത് കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ വേഗം ഇരുന്നിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറാൻ പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ കഴിക്കാം. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചപ്പാത്തി കേട്ടോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വേറെ ഒന്നും കഴിക്കില്ല. ഞങ്ങളത് മുഴുവനാക്കാൻ പറ്റും. അവരുടെയൊക്കെ നല്ലത് തന്നെ, നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തി വേഗം കഴിക്കും. വേറെ എല്ലാവരും മീൽസാണ് കേട്ടോ. ഞങ്ങളപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി അമ്പലത്തേക്ക് പോവാണ്. പിന്നെയും ഇനി 4th അമ്പലത്തേക്ക് പോവാണ്. സോ അത്ര തന്നെ ഞങ്ങൾ എത്തിയിട്ട് അവിടെ കാണാം. ഞങ്ങളിപ്പോൾ 4ാമത്തെ ക്ഷേത്രത്തിലെത്തി കേട്ടോ. എന്താ പേര് അവള് പറയും? ഉച്ചിര അമ്പലമാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ രൂപങ്ങളാണ്. ആ രൂപങ്ങൾ നമ്മൾ
3 പ്രാവശ്യം ഒഴിഞ്ഞ് നമുക്ക് എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ദേഹത്തിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കാലിന് വേദനയോ പഠിപ്പിനോ എന്തിനു വേണമെങ്കിൽ നമ്മളെ ഒഴിയുക ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക. അങ്ങനെ നമ്മുടെ പ്രോബ്ലംസൊക്കെ തീരുമെന്നാണ് ഇങ്ങനെ പറയുക. അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ ചെയ്തു. അത്ര തന്നെ. അപ്പോൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഡിഫറെൻ്റ് അമ്പലമാണ്, ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇനി മുമ്പിൽ നടക്കണു. കുറച്ചും കൂടി ഒരുപാട് അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ വേറെ അമ്പലത്തേക്ക് പോകും. അമ്പലത്തെ പറ്റി ഇനിയൊരു യൂണീക്നെസ് എന്താ പറഞ്ഞാൽ, ഈ അമ്പലം ഇങ്ങനെ ക്ലോസ്ഡ് അല്ലാണ്ട് കേട്ടോ, ഒരു ട്രീൻ്റെ താഴെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരികയാണെങ്കിൽ നമ്മൾക്ക് 24 hours ഇത് തുറന്നിട്ടാണ്. ഇത് ബന്ധാവില്ല, നമ്മൾ എപ്പോഴാണ് വന്നാൽ തൊഴുത് പോകാം. അമ്പലത്തിൽ പോയി വന്നു ഗൈസ്. പിന്നെ നല്ല വെയിലാണ് കേട്ടോ, നല്ലോണം. ഞങ്ങൾ കുറച്ച് സ്പ്രൈറ്റും ഇതുമൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചു. പിന്നെ ഇനി 5 മണിക്കാണ് അമ്പലങ്ങൾ തുറക്കുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണമെങ്കിൽ ഒരു ടീ ബ്രേക്ക് എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞങ്ങളെ 5th 6th അമ്പലം കംപ്ലീറ്റ് ചെയ്യും. നമ്മളൊരു കാക്കാത്തി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലത്താണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ 5th അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ദേവി ആണ്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ പട്ട്, ദേവിക്ക് വേണ്ട സാരി, വളയൊക്കെ കൊണ്ടുവയ്ക്കും. അത്ര തന്നെ. അപ്പോൾ നമ്മൾ അതിപ്പോൾ 5 മണിക്കേ തുറക്കുള്ളൂ. 5 മണി വരെ നമ്മളിപ്പോൾ പുറത്ത് വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലിപ്പം പ്രാർത്ഥിച്ചിട്ട് വരും. ഞങ്ങളുടെ പ്ലാൻ കുറച്ച് ചേഞ്ച് ആയിട്ടോ. ഞങ്ങൾ ആ അമ്പലം 5 വരെയൊക്കെയാണ് തുറക്കുക. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് ഒരു അമ്പലം തുറക്കും, അവിടേക്ക് പോകും കേട്ടോ. എന്താണ് ചെട്ടിക്കുളന്തര ശ്രീ ഭഗവതി ടെമ്പിൾക്കാണ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനി അവിടെ കാണാം. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ചെട്ടിക്കുളങ്കര അമ്പലത്തിൽ എത്തിയിട്ട് ഒരു ദേവിയുടെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അമ്പലം ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത്. അത്ര തിരക്കുള്ള അമ്പലമല്ല, എന്നാലും നല്ല അമ്പലമാണ് കേട്ടോ. വരണം, പോസിറ്റീവ് എനർജി ഉണ്ട് നല്ലോണം. സോ ഡു വിസിറ്റ് ഗൈസ്. ഞങ്ങൾ പഠനം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ നിമിഷം ഞാനും നടക്കണു. ഇതാ സോ ഞങ്ങൾ അവൾക്ക് പൂവൊക്കെ കിട്ടി. അപ്പോൾ അവളത് തലയിൽ വെച്ചു. സോ ഞങ്ങളിനി വേറെ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നടക്കുന്നു. ഞങ്ങളെ ലാസ്റ്റ് അമ്പലം അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടും. അത് മേടിച്ചിട്ട് പോകും. ഞാൻ വണ്ടിയിൽ വന്നിരുന്നു, നിമിഷ വന്നിരുന്നിട്ടില്ല. അവള് ഇങ്ങനെ അന്നദാനത്തിന് വേണ്ടി ഡൊനേഷൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് നിന്നിരിക്കുകയാണ്. അത് കൊടുത്തിട്ട് അവളും മമ്മിയും വരും. സോ ഇനി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പിന്നെയും പുറപ്പെടും. സോ ഞങ്ങളിവിടെ ഇപ്പോൾ കാക്കാത്തി അമ്മയുടെ അവിടെ വന്നു കേട്ടോ. പിന്നെയും 5:30 അമ്പലം തുറന്നു. അപ്പം ഞാൻ ഇനി പ്രാർത്ഥിക്കാം, പിന്നെ കാണാം. ഞങ്ങൾ ഈ അമ്പലത്തിൽ എത്തിന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നു. ഒരു നല്ല പോസിറ്റീവ് വൈബാണ്. കുറച്ച് അർച്ചനകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. ഇവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. പുറത്തുനിന്നാണ് ഞാൻ കാണിക്കുന്നത്, ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ അറിയാനുണ്ടോ, അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരുടെയും വിളക്ക് വെച്ചു കേട്ടോ. ചുറ്റും അമ്പലത്തിൻ്റെ നല്ല ഭംഗിയായി കണ്ട്. സോ തലയിൽ ഞാൻ നിറയെ പൊട്ടിട്ട് പോയി. ശരി, ഞങ്ങൾ ദീപാരാധനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ നിന്നു. ഇവിടെ തന്നെ കാക്കാത്തി അമ്മയുടെ അവിടെ തന്നെ നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയുക. ഏത് ഭഗവാന്റെ അടുത്ത് പോയാലും നമ്മളുടെ എല്ലാ വിഷയങ്ങളും നടക്കും സത്യം പറഞ്ഞാൽ. എന്നാലും നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു നല്ല കഥയുണ്ട്. എനിക്ക് കഥ അറിയില്ല. ഇന്ന് എനിക്ക് ഇവിടുത്തവരോട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചപ്പോൾ അവർ കഥ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ ജറൂർ ഒരു ദിവസം നിങ്ങളോട് ഷെയർ ചെയ്യും ആ കഥ എന്താണ്, ഇവിടുത്തെ കഥ എന്നൊക്കെ ഉള്ളത്. ശരി, ഞങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. സോ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണത് കാണിക്കാം. ആൻഡ് വിൽ എൻഡ് ദിസ് വീഡിയോ. ഞങ്ങളൊരു ആനന്ദ് ഭവൻ പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പിന്നെ പിന്നെയും വീട്ടിലേക്ക് വേണ്ടി പോകാൻ ഇരിക്കും വണ്ടി. അത്ര. സോ എൻ്റെ ദോശ വന്നു കേട്ടോ, ഞാൻ കഴിക്കാൻ പോവാ. ഞങ്ങൾ
ഞങ്ങളെ ഡിന്നർ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക്